പറയാം നേടാം പണം നേടാം ദ കംപ്ലീറ്റ് ഫാമിലി എൻ്റർടൈൻമെൻറ്റ് ഗെയിം ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ നമ്മുടെ കൂടെ ബൈജു ജോസ് ആയിരുന്നു. ഞാൻ കുറച്ചൊക്കെ പണിയാൻ നോക്കി, ഏറ്റു കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ബാക്കി പണി കൊടുക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ഭാര്യയെ കൂടെ ഞാൻ വിളിച്ചിട്ടുണ്ട്. കാരണം വേറൊന്നുമല്ല, നമുക്ക് അറിയണമല്ലോ എന്താണ് കാര്യമെന്നുള്ള അറിയണമല്ലോ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഈ ഫാമിലി എൻ്റർടൈൻമെൻറ്റ് ഷോ എന്താണെന്നുള്ളത്. അപ്പോൾ കുറച്ചുകൂടെ മനസ്സിലാക്കാൻ വേണ്ടി ഈ എപ്പിസോഡ് മുഴുവൻ കാണുക. എന്താണ് ഫാമിലി എൻ്റർടൈൻമെൻ്റ് എന്ന് മനസ്സിലാകും, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കി തരും. സോ സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു മഞ്ജു. മഞ്ജു, വെൽക്കം ടു പറയാം നേടാം പണം നേടാം. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. ഈ ലോക്ക്ഡൌൺ ആയിരുന്നപ്പോൾ അദ്ദേഹം 2 മാസം വീട്ടിലായിരുന്നല്ലേ? 2 മാസം ഒന്നല്ല, കുറച്ച് നാളായിട്ട് ഇപ്പൊ വീട്ടിൽ തന്നെ ഉണ്ട്. കുറച്ച് നാളായിട്ട് വീട്ടിൽ തന്നെ ഉണ്ട്. പരിപാടിയൊന്നും ഇല്ലാത്തപ്പം. പക്ഷെ അങ്ങനെയാണോ ഈ മെലിഞ്ഞത്? പുള്ളി പറയുന്ന പരിപാടി ഇല്ലാഞ്ഞിട്ട് മെലിഞ്ഞതാണ്. പിന്നെ ഇത്തിരി ഷുഗർ ഉണ്ട്. അത് അങ്ങനെ വരട്ടെ. ഇത് നേരത്തെ ഞാൻ ഇന്നലത്തെ എപ്പിസോഡിൽ ഞാൻ ചോദിച്ചാൽ പറഞ്ഞു ഞാൻ ഡയറ്റിംഗ് ആണ്, ഞാൻ ബീഫ് നിർത്തി. മതി മതി മതി, ഇത്രയൊക്കെ. അല്ല, എനിക്ക് മനസ്സിലായി. പണ്ടേ അതുണ്ടായിരുന്നു. ഇപ്പൊ ഈ 3 മാസമായപ്പോ അത് വെളിയിൽ വന്നല്ലേ ഉള്ളു. മനസ്സിലായോ എന്താന്ന്? ഇല്ലാത്ത കാര്യല്ലേ? അല്ല, പഞ്ചാരേ തുടങ്ങാൻ നോക്ക്. മഞ്ജു നമസ്കാരം. നമസ്കാരം. കാരണം ഇദ്ദേഹം ഇന്നലെ ഇവിടെ നിന്ന് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ. കുറേ കാര്യം പറഞ്ഞു. മഞ്ജു ഇങ്ങോട്ട് വന്ന് ഇൻട്രൊഡക്ഷനിൽ തന്നെ എന്നൊരു കാര്യം അങ്ങ് പൊട്ടിച്ചു. ഷുഗറാണ് സംഭവം മെലിഞ്ഞല്ലേ? ഞാനൊരു കണക്കിന് വല്ല അരിപ്പൊടിയും തേങ്ങയൊക്കെ ഇട്ട് പുട്ടുണ്ടാക്കി വെച്ചാൽ അത് കുത്തി നേരെ വെള്ളത്തിലോട്ട് ഇട്ടെന്ന് പറഞ്ഞാൽ ഈ ഷുഗർ എന്ന് പറയുന്ന ഒരു കുത്തരിയല്ലല്ലോ. അല്ല, ഇപ്പം ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ എപ്പോഴും എന്നെ ചിരിക്കുട്ടെന്ന് വിളിക്കുന്ന പോലെ ഒരു പഞ്ചാരക്കുട്ടനല്ലേ? അല്ല, മഞ്ജുവിനറിയാം. മഞ്ജു പറയാണ്ട്. മഞ്ജുവിന് എന്തറിയാം? അല്ല, എല്ലാം അറിയാൻ പാടില്ല. എല്ലാം അറിയാം. അല്ല, ഞാൻ പഞ്ചാരയാണെന്ന് മഞ്ജു പറയാറുണ്ട്. ആണോ? ആണോ മഞ്ജു? കുറച്ച് പഞ്ചാരയായിരുന്നു നേരത്തെ. നേരത്തെ എന്ന് വെച്ചാ ഒരുപാട് ലൈൻ, ഒരുപാട് ലൈനുകൾ ഉണ്ടായിരുന്നു. ആണോ? ലൈൻ ഉണ്ടായിരുന്നല്ലേ? ഇതൊരു ചാനലാണ്, അമൃത ചാനൽ. ലോകം മുഴുവൻ ആൾക്കാർ കാണാൻ. അല്ല, ഇതൊരു നല്ല കുടുംബമാണ്. കാരണം വേറൊന്നുമില്ല, ഇത്ര അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള വൈഫിനെ കിട്ടാൻ വലിയ പ്രയാസം. ശരിയാ. ഇവിടെ ഈ ലൈനിനെ പറ്റിയൊക്കെ പറഞ്ഞു. പക്ഷെ അറിയാത്തൊരു ലൈനുണ്ട്, അത് ഞാൻ പറയാം. എന്തായാലും നമുക്കൊന്ന് തുടങ്ങിക്കളഞ്ഞാലോ? തുടങ്ങാം. സവാരി ഗിരിഗിരി. ചോദ്യം: വിയറ്റ്നാം കോളനി എന്ന ചിത്രത്തിൽ കോളനിയിൽ നിന്ന് ഒഴിഞ്ഞു കൊടുക്കാൻ എത്ര സെന്റ് ഭൂമി വീതം നൽകാമെന്നാണ് കമ്പനി കോളനിക്കാരോട് പറയുന്നത്? എ 5 സെന്റ്, ബി 3 സെന്റ്, സി 2 സെന്റ്. 3 സെന്റ്. 3 സെന്റ്. തീർച്ചയാണോ? കറക്റ്റല്ലേ? 3 സെന്റ്. 3 സെന്റ് ഞാൻ എടുത്തിട്ട് പൂട്ടി അവിടെ ഇരിക്കട്ടെ. ബി 3 സെന്റ്. അപ്പോൾ എന്താണ് ഈ ബൈജുവിൻ്റെ ആകർഷിച്ച കാര്യങ്ങൾ? ബൈജു പറഞ്ഞു എൻ്റെ തലേ വന്ന് വീണാണെന്നോ എന്നാ പറഞ്ഞത്. അപ്പോൾ കണ്ടോണ്ടാ മതി എപ്പിസോഡ്. പറയാൻ നേടാന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്കൊന്നും പറയാൻ പറ്റാണ്ടാവും, എനിക്ക് നേടാൻ പറ്റാണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു ഗിഫ്റ്റ് തരുമെന്ന്. എന്താണ് ആകർഷിച്ച ഒരു ഭയങ്കര ഒരു തമാശ പറയുമായിരുന്നു. ഇപ്പോഴും പറയും. പക്ഷെ നാട്ടുകാർ പറഞ്ഞു നീ തമാശ പറഞ്ഞിട്ട് കേൾക്കള്ളെന്നാ. അപ്പൊ ഈ തമാശ പറയുന്നോണ്ടാണ് ആദ്യമായിട്ട് ഈ ഫോൾ ഇൻ ലവ് എന്നൊക്കെ പറഞ്ഞു അല്ലേ? ആദ്യം ഞങ്ങൾ കൂട്ടായിട്ട് പിന്നെ വഴക്കൊക്കെ ഇട്ട് അത് കഴിഞ്ഞിട്ടൊക്കെയാണ് പിന്നെ പ്രേമത്തിലോട്ടൊക്കെ വന്നത്. ഒരു വഴക്ക് സൗന്ദര്യപ്പിണക്കമാണോന്ന് അറിയില്ല. ഇപ്പോഴും വഴക്കൊന്നും ഇടാറില്ല? വഴക്കിടും. അപ്പൊ മക്കളെന്താ പറയും? മക്കള് ഇടപെടാറില്ല. ഇല്ല, അവർക്കറിയാം. ഇത്തിരി കഴിയുമ്പോ മാറും. മഞ്ജു, അപ്പൊ 2 മക്കളാണ് അല്ലേ?
അല്ലേ? അതെ. അല്ല ഒരു പെട്ടെന്നൊരു അല്ല പെട്ടെന്ന് മുഖം മാറി. പുള്ളി അതും ഇതൊക്കെ പറഞ്ഞു. അല്ല ഞാൻ മഞ്ജുവിന്റെ അടുത്ത് ചോദിച്ചു 2 മക്കളാണ് അല്ലേ എന്ന് ചോദിച്ചു. മഞ്ജു അതേന്ന് പറഞ്ഞ അതെ. അങ്ങനെ ഒരു എക്സ്പ്രഷൻ വന്നപ്പോ എനിക്ക് പെട്ടെന്ന് എന്തായാലും ഞാൻ ബൈജു ഇത്രയും കൊഞ്ചു പോലാന്ന് ഞാൻ കണ്ടിട്ടില്ല. അല്ല ചേട്ടനെ ചോദ്യത്തിലൊക്കെ 2 മക്കളാണല്ലേ? മറ്റേ അമേരിക്കൻ എംബസിയില് മറ്റേ സായിപ്പ്മാരൊക്കെ അല്ലേ, അവര് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരിക്കും കണ്ണിലോട്ടൊക്കെ. വിച്ച് പർപ്പസ് യു ഗോ എന്നൊക്കെ പറയുമ്പോ നമ്മള് ഭയങ്കര ഇതായി പോവില്ല. അതുപോലെ ചേട്ടൻ എന്തൊക്കെ. അല്ല അത് ഞാൻ പറഞ്ഞുതരാം. മൂത്ത ആള് അമൽ, രണ്ടാമത്തെ അലീന. കേറി വാടാ മക്കളെ. അപ്പം ഇദ്ദേഹം എവിടെ പഠിക്കുന്നു? ഞാൻ RLV കോളേജിൽ പഠിക്കണം, തൃപ്പൂണിത്തറ. തൃപ്പൂണിത്തറ മ്യൂസിക് ആണോ? മ്യൂസിക് കോളേജ്. ആഹാ, ബെസ്റ്റ്, കൺഗ്രാറ്റ്സ്. താങ്ക് യു. മോളോ? ഞാനിപ്പോ +1 +1. എവിടെ? കിട്ടിയിട്ടില്ല. വീട്ടിലെ ഓൺലൈൻ ആണല്ലോ. ജയിക്കൊന്നും തന്നെ അറിയാൻ പാടില്ല. അല്ല ഇപ്പൊ വളരെ ഈസി അല്ലേ, ഓൺലൈൻ ആകുമ്പോ ഇപ്പോഴത്തെ പുസ്തകം നോക്കിയിട്ട് ഇങ്ങനെ അടിച്ചാ പോലെ. അവൻ മോൻ ഒരു പാട്ട് പാടി. RLV കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിയാകുമ്പോഴത്തേക്ക് ഒരു 4 വരി പാട്ട് നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്യും. പാടാം പാടാം. കുറുക്ക് സിറുത്തവൾ അൺഇമാജിനബിൾ. ഞാൻ ഈ കോവിഡ് അല്ലായിരുന്നെങ്കിൽ, ഈ സിറ്റുവേഷൻ അല്ലായിരുന്നെങ്കിൽ ഞാൻ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ വന്നേനെ. അത്ര മനോഹരമായിട്ട് പാടി. എത്ര വയസ്സായി ഇപ്പം? എനിക്ക് 20 വയസ്സ്. ഈ കോമ്പറ്റീഷൻ ഒന്നും പോയിട്ടില്ലേ? ഞാൻ ഓഡീഷനൊക്കെ പോയിട്ടുണ്ട്. മറ്റേ ഈ സരിഗമപ്പായില്ലേ, അതിന്റെ ഓഡീഷൻ വിട്ട് കിട്ടിയില്ല. ആരാ അവിടെ ഇരുന്നേ? പേരറിയാൻ പാടില്ല. തല്ലിക്കൊല്ലണം. അല്ലാതെ വേറൊന്നും ഞാൻ പറയുന്നില്ല. കാരണം സംഗീതം സത്യമാണ്. കാരണം ഇത്രയും ഈ ഒരു കുട്ടി ഓഡീഷന് പോയിട്ടുണ്ടെങ്കിൽ, ഞാനാണ് അവിടെ ഇരിക്കുന്നെങ്കിൽ 100% 2 വരി പാടുമ്പോഴേ ഞാൻ ടിക്ക് ചെയ്യും. കാരണം 42 വർഷമായിട്ട് സിനിമയിൽ പാടുന്നൊരു വ്യക്തിയാണ്. മാത്രവുമല്ല ഒരു സംഗീത കുടുംബത്തിൽ ജനിച്ചൊരു വ്യക്തിയാണ്. അത്യാവശ്യം സംഗീതം അറിയാം. പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യം, ഒറ്റ കാര്യമുള്ളൂ. നമ്മളൊരു പാത്രത്തിൽ അരി വേവിക്കാൻ ഇടുമ്പോൾ അരി വെന്തോ എന്ന് നോക്കാൻ വേണ്ടി അതിനകത്തുള്ള മൊത്തം അരി എടുത്ത് ഞെക്കി നോക്കണോ? വേണ്ടല്ലോ, ഒരെണ്ണം പോരെ. അതുപോലെ ഒരു പ്രാവശ്യം 2 വരി പാടുമ്പോൾ നമുക്കറിയാം ഒരാൾ പാടുമോ ഇല്ലയോ എന്ന്. എന്തായാലും മോന് ഡെഫിനറ്റ് 100% അങ്കിളിനൊരു പടം വരികയാണെങ്കിൽ, ഞാൻ സംഗീത സംവിധാനവും ചെയ്യാറുണ്ട്, ഒരു പടം വരികയാണെങ്കിൽ 100% മോൻ തന്നിരിക്കും ഒരു പാട്ട്, ഡെഫിനറ്റ് ആയിട്ട്. മാത്രമല്ല ഇത് കേട്ടോണ്ടിരിക്കുന്നവർ മനസ്സിലാക്കുക, ഇനിയെങ്കിലും ഇതുപോലെ ആരായാലും, ഞാൻ ആരെയും കുറ്റം പറയല്ല, ഇതുപോലെ വിട്ടുപോണ പല കുട്ടികളുമുണ്ട് ഓഡീഷന് പോയിട്ട്. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. കാരണം ഇപ്പം ഈ മോൻ പാടിയ പാട്ട് ഒരു സാധാരണ ഒരു കുട്ടിക്ക്, പാടുന്ന കുട്ടിക്ക് പാടാൻ പറ്റത്തില്ല.
അത്രയ്ക്ക് ഗംഭീരമായിട്ടാണ് പാടിയത്. ഓൻ പഠിച്ചോളൂ, കൂട്ടത്തിൽ വേറെ പഠനം കൂടെ നടത്തിക്കോ. സംഗീതം ഒട്ടും കളയണ്ട, ഭയങ്കര. യു ഹാവ് എ വെരി ബ്രൈറ്റ് ഫ്യൂച്ചർ. താങ്ക് യു സർ. താങ്ക് യു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. എന്തായാലും നിങ്ങൾ രണ്ടുപേരും നന്നായിരിക്കട്ടെ. നല്ല 2 മക്കളെ കിട്ടിയിട്ടുണ്ട് രണ്ടുപേർക്ക്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. അപ്പം ഉത്തരം നൽകിയിരിക്കുന്നത് ബി, 3 സെന്റാണ്. ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. സവാരി ഗിരിഗിരിയിൽ രണ്ടാമത്തെ ചോദ്യം. ഒരു വീഡിയോ കാണാം. ഇത് ആണുങ്ങൾ മാത്രം താമസിക്കുന്ന വീടാ. നിന്റെ കൈയും കാലും ക്യാമറയും കാണാനൊന്നുമല്ല ഞങ്ങൾ ഇവിടെ താമസിക്കുന്നത്. മേലാൽ ഇത്തരം വേഷം കെട്ടി ഗോടിപ്പൊടി കയറിപ്പോരുത്. അപ്പോഴേ ഒന്ന് നിന്നേ. അതൊക്കെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം ഇവിടെ താമസിച്ചാ മതി. എന്റെ ഭാഷ മനസ്സിലായോ? അറബിയാണ്. തെലുങ്കൊന്നുമല്ല, മലയാളം തന്നെ അത്. പക്ഷെ അവിടെ ഒന്നും മനസ്സിലായില്ലല്ലേ? എനിക്ക് അത് തന്നെയാണ്. കനക എന്ത് ഡയലോഗ് പറയുമ്പോഴാണ് മോഹൻലാലിന്റെ മുഖം മാറുന്നത്? എ, ഇതെന്റെ വീടാണ്, ഇഷ്ടമുള്ള പോലെ നടക്കും, വേണമെങ്കിൽ തുണിയില്ലാതെ ഇവിടെ കിടന്ന് ഓടും. എ. ബി, ഇത് എൻ്റെ വീടാണ്, എൻ്റെ ഇഷ്ടമുള്ളത് ഇവിടെ നടത്തും, തുണിയില്ലാതെ ഇവിടെ ഞാൻ നടക്കും. സി, ഇതെൻ്റെ വീടാണെങ്കിൽ എൻ്റെ ഇഷ്ടമുള്ളത് നടക്കും, തുണിയില്ലാതെ നടക്കും, ചിലപ്പോൾ കാണേണ്ടി വരും. ഏതാണ്? എന്ന് പറഞ്ഞ് എ ആണെന്ന് എനിക്ക് തോന്നുന്നു. കുറച്ചുകൂടി എ, ഇതെന്റെ വീടാണ്, ഇഷ്ടമുള്ള പോലെ നടക്കും, എനിക്ക് ഇഷ്ടമുള്ള പോലെ നടക്കും, വേണമെങ്കിൽ തുണിയില്ലാണ്ട് നടക്കും. തുണിയില്ലാണ്ട് അത് കാണാൻ പറ്റുമെങ്കിൽ മാത്രമേ ഇവിടെ നിന്നാ അല്ലേ? ഇപ്പൊ എ ആണെന്ന് എനിക്ക് തോന്നി. ആളൊരു എ ആണ് കേട്ടോ. കണ്ടോ, ഇഷ്ടം മുഴുവൻ അങ്ങോട്ടാണ്. എന്തായാലും ഞാൻ എ പൂട്ടി വെച്ചു കേട്ടാ. ഞങ്ങൾ ഒരുപാട് പ്രോഗ്രാംസിന് ദുബായി പോയിട്ടുണ്ട്, എവിടേക്കോ പോയിട്ടുണ്ട്, ബേറിന് പോയിട്ടുണ്ട്, അവിടെ ഇവിടെ പോയിട്ടുണ്ട്. പക്ഷെ ഇന്നും എനിക്ക് അതിശയപൂർവ്വം ഓർക്കുന്നൊരു കാര്യമുണ്ട്. അതെനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ നിന്ന് എൻ്റെ കണ്ണിൽ നിന്ന് മായുന്നില്ല. അതെന്താണ്? 2004 എങ്ങാണ്ടാണ് തോന്നുന്നു. അത് കാര്യം എന്താണെന്ന് ആ സമയത്ത് അല്ല, നമ്മളെല്ലാവരും കൂടെ അൽനാസർ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഷോയ്ക്ക് പോയായിരുന്നു. അപ്പം അന്ന് ഈ ഷോ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടെ ബസ്സിലായിരുന്നു. നമുക്ക് തിരിച്ച് പോകേണ്ട സ്ഥലം, എവിടെയാ താമസം എന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പം നിങ്ങളുടെ ഒരു ബാച്ച് ഉണ്ടായിരുന്നു, മിമിക്രി കാണിക്കുന്ന ഒരു ബാച്ച്. അപ്പം അതിനകത്ത് ഒന്ന് അപ്പം ബൈജു ഒരു ബാഗുമായിട്ട് വരുന്നു. അപ്പോൾ ഒരു സൂപ്പർ കാറിനകത്ത് വന്ന് നിൽക്കുന്നു. ആ കാറിനകത്ത് കയറുന്നു. പെട്ടെന്ന് അതീവ സുന്ദരിയായിട്ടൊരു പെണ്ണ് വന്നിട്ട് ഇങ്ങനെ ബാക്കിൽ നിന്ന് വന്ന് ഡിക്കി തുറന്നിട്ട് എന്തോ ഒരു സാധനം അതിനകത്തിട്ടിട്ട് വിട്ടുപോകണു. അപ്പോൾ ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഓർമ്മയുണ്ടോ? ഇതെന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല കേട്ടോ. ഇതെന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. ആ അല്ല, ഇത് ഞാൻ പറയാൻ കാര്യം എനിക്ക് അതാണ്. അപ്പോൾ എന്നിട്ട് ഞങ്ങൾ തിരിച്ച് നിങ്ങൾ ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞിട്ട് അവിടെ വന്ന് ഹോട്ടലിൽ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ചോദിച്ചു ആരാതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അത് എൻ്റെ ഒരു കസിനാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ദുബായിൽ ഇങ്ങനെ നിങ്ങൾക്ക് ഇതുവരെ ഉള്ളതായിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പം ഇന്നലത്തെ എപ്പിസോഡിൽ പറഞ്ഞായിരുന്നു എനിക്ക് ദുബായിൽ എനിക്ക് വളരെ ഇഷ്ടമാണ് എന്ന് എടുത്ത് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന ആ ഒരു സീനാണ് എനിക്ക് ഓർമ്മ വന്നത്. പക്ഷെ എനിക്ക് ഓർമ്മ വരുന്നില്ല, സത്യമായിട്ട് എനിക്ക് ഓർമ്മ വരുന്നില്ല. എന്നിട്ട് എൻ്റെ കുടുംബം കൊളോക്കാൻ വേണ്ടി അല്ലെന്ന്. അതിനുശേഷം വീണ്ടും നമ്മൾ ബഹ്റിനിലാണോ എവിടെയാണെന്ന് അറിഞ്ഞൂടാ, ഒരു 3 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ പ്രോഗ്രാമിന് പോയപ്പം ഇവർ തന്നെ ഫ്രണ്ടിലിരിപ്പുണ്ടായിരുന്നു. എന്നിട്ടൊരു തുണ്ട് എന്തോ കൊണ്ടു തന്നു. അപ്പോൾ ആ തുണ്ട് ഞാൻ വാങ്ങിച്ചിട്ട് നമ്മുടെ കീബോർഡ് ആർട്ടിസ്റ്റ് ആരാണെന്ന് അറിഞ്ഞൂടാ, അവർ നോക്കിയാൽ പറഞ്ഞു ഇന്നാരെ അനുകരിച്ച് കാണിക്കണം എന്ന് പറഞ്ഞിട്ടൊരു തുണ്ട് തന്നായിരുന്നു. അപ്പോൾ അത് എനിക്കിപ്പോഴും ഓർമ്മ കിട്ടുന്നില്ല ആരാന്ന്. എനിക്ക് ഓർമ്മയില്ല. പിന്നെ ചേട്ടനോ? അതല്ല, സത്യമായിട്ടില്ല. ഇത് വിശ്വസിച്ചേട്ടാ? അല്ല, വിശ്വസിന്റെ അല്ല ഞാൻ ചോദിച്ചത്. അല്ല, കസിനാണോ ശരിക്കും? അവിടെ കസിൻസ് ഒന്നും ഇല്ല. കസിൻസ് ഒന്നുമില്ല. അന്ന് പറഞ്ഞ് കസിനാണെന്ന് പറഞ്ഞു. ഞാനെപ്പോ പറഞ്ഞു? എനിക്ക് ഓർമ്മയില്ല, എനിക്കൊന്നും ഓർമ്മയില്ല. അല്ല, ഇങ്ങനെ പറഞ്ഞാൽ പറ്റില്ല.
ആദ്യത്തെ ഇതിൽ പറഞ്ഞ എനിക്ക് ദുബായിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം എന്ന് പറഞ്ഞു. പിന്നെ ദുബായിൽ കുറെ ഫ്രണ്ട്സ് ഉള്ളത് അതാ പറഞ്ഞേ. പക്ഷെ ഗേൾ ഫ്രണ്ട്സുള്ള കാര്യം ഞാനെല്ലാം പറഞ്ഞിട്ടില്ലല്ലോ. എല്ലാം പറഞ്ഞിട്ടില്ല മഞ്ജു. അല്ല അത് തീർച്ചയായും കസിൻ ഉണ്ടെങ്കിൽ മഞ്ജുവിന് അറിയാതിരിക്കാൻ പറ്റും. പിന്നെ മഞ്ജുവിന്റെ മോഹമൊക്കെ മാറി. ഇത് വെറുതെ പറഞ്ഞാണ്. അല്ല അതിന്റെ പേര് വേണമെങ്കിൽ ഞാനിപ്പോ ഓർമ്മിച്ചു തരാം ചെറുതായിട്ട്. റാണി, ഓർമ്മയുണ്ടോ? റാണിയാ? അത് കഴിഞ്ഞിട്ട് നമ്മൾ അബുദാബിയിൽ ഒരു പ്രോഗ്രാം വന്നു. അന്ന് അവിടുത്തെ ആ ക്ലബിൽ ഭയങ്കര അടിയും ബഹളമൊക്കെ നടക്കുന്ന ഒരു സമയമായിരുന്നു. അടിയൊക്കെ നടന്നു? അല്ല ക്ലബില് അവിടെ അങ്ങനെയാണ്. അവിടെ മലയാളികൾ ചിലപ്പോ പ്രശ്നങ്ങളൊക്കെ അവിടെ വെച്ചിട്ടാണ് റാണി പെട്ടെന്ന് വണ്ടി എടുക്കാൻ പറഞ്ഞു. അങ്ങനെ വണ്ടി എടുത്ത് ഞാൻ ഓർക്കണം കൂടി ഇല്ല. ഇതെന്ത് സംഭവം? ഇത്ര പെട്ടെന്ന് മറന്നോ ചേട്ടാ? കരയോട്ടാ? കരയൊന്നുമില്ല. ഞാൻ എന്തെങ്കിലും പറയുന്ന ആളാ. പക്ഷെ ഇത് ഞാൻ വിട്ടുപോയല്ലേ? വിട്ടുപോയെന്നല്ല, ഇങ്ങനെ സംഭവം. മഞ്ജു, റാണിയില്ല, പോണിയില്ല. വെറുതെ മഞ്ജുവിൻ്റെ ഒരു റിയാക്ഷൻ എടുക്കാൻ വേണ്ടി ഞങ്ങൾ നോക്കിയതാണ്. ഞങ്ങൾ ഒരുപാട് പ്രോഗ്രാംസിന് പോയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ കൈഡി വാങ്ങിക്കുന്ന പുള്ളിയാണ്. ഒരു പ്രശ്നങ്ങൾ പോലും ബൈജു ഇതുവരെ ഒരു സ്പോൺസർക്കോ ആർക്കും നൽകാത്ത ഒരു ക്ലീൻ ഹാൻഡഡ് ആയിട്ടുള്ള നല്ല വൃത്തിയുള്ള മനസ്സുള്ള ഒരു വ്യക്തിയാണ്. ചുമ്മാ എവിടം വരെ പോകുന്ന ഞാൻ ഒന്ന് നോക്കിയതാ. ഏകദേശം അങ്ങറ്റത്ത് വരെ എത്തി അല്ലേ? അല്ല ഞാനിങ്ങനെ ചേട്ടന് കറക്റ്റ് ആയിട്ട് പേരൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ അത് ഞാൻ ഇവിടേക്ക് റാണി എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ അറിയും. അറിയാല്ലേ? അപ്പോഴും എന്റെ ചേച്ചിയുടെ പേരും റാണി എന്നാണ്. പിന്നെ എന്റെ ഫ്രണ്ട്സ് ഒക്കെ എന്റെ സ്കൂളിൽ പഠിച്ച ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞ് എന്റെ മൊബൈലുണ്ട് എല്ലാവരുടെയും നമ്പർ വിളിക്കൊക്കെ. അപ്പൊ അതൊക്കെ അറിയാം. ചേട്ടൻ പറഞ്ഞു പിടിപ്പിക്കാനായിട്ട് സമ്മതിച്ചു. ഞാൻ ഇത് നടന്നോ എന്ന് എനിക്ക് വരെ കൺഫ്യൂഷൻ ആയി പോയി. ചുമ്മാ. അപ്പം ഇത് എൻ്റെ വീടാണ് ഡാഷ് ഡാഷ് ഡാഷ്. അതാണ് നമ്മൾ ലോക്ക് ചെയ്തത്. ഉത്തരം ശരിയാണ്. കൺഗ്രാജുലേഷൻസ്. താങ്ക് യു. സവാരി ഗിരിഗിരിയിൽ മൂന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കും. മോഹൻലാലിൻ്റെ കഥാപാത്രം കമ്പനിയിൽ നിന്നും കോളനിവാസികളെ കുടിയൊഴിപ്പിക്കാൻ വന്നതാണ് എന്ന സത്യം കോളനിയിൽ അറിയുന്നത് ആരാണ്? എ റാവുത്തർ, ബി ഭീമൻ രഘു, സി കനക. കനക. സി കനക. ഉത്തരം ശരിയാണ്. കൺഗ്രാജുലേഷൻസ്. വെരി ഗുഡ്, വെരി ഗുഡ്. സവാരി ഗിരിഗിരിയിൽ നാലാമത്തെ ചോദ്യം ഒരു ഓഡിയോ ക്വസ്റ്റ്യനാണ്. ഓക്കെ, കേൾക്കണം. ചോദ്യം: ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് ആരാണ്? എ ചിത്ര, ബി ജാനകി, സി മിൻമിനി. പറഞ്ഞോ. മിൻമിനി. സി മിൻമിനി. ഉത്തരം ശരിയാണ്. കൺഗ്രാജുലേഷൻസ്. വെരി ഗുഡ്, താങ്ക് യു. അപ്പോൾ പറയാം നേടാം എന്ന പ്രോഗ്രാമിൻ്റെ ലാസ്റ്റ് സെഗ്മെൻറ്റ് രാജമാണിക്യം. ഒരു ചോദ്യം, ഓപ്ഷനില്ല, 10 സെക്കൻഡ്. ആർക്ക് വേണേ പറയാം. ഓക്കെ. രാജമാണിക്യ. ഈ ചിത്രത്തിൽ നെടുമുടി വേണു അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പേരെന്താണ്? യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. കോട്ടുമുക്രി. കോട്ടുമുക്രി. മൂസ സേട്ടു. കഥാപാത്രം മൂസ സേട്ടു. കോട്ടുമുക്രി. കഴിഞ്ഞു. കോട്ടുമുക്രി എന്ന് പറഞ്ഞു, പിന്നെ പറഞ്ഞു മൂസ സേട്ടു എന്ന് പറഞ്ഞു. അതെന്താണ്? രണ്ടും ഒരാൾ തന്നെയായിരുന്നു. കഥാപാത്രത്തിന്റെ പേരെന്താണ്? മൂസ സേട്ടു. അത് രണ്ടും ഞാൻ പറഞ്ഞല്ല 10 സെക്കൻഡിനുള്ളിൽ. മൂസ സേട്ടു മഞ്ജു പറഞ്ഞു. ഞാൻ തന്നെ പറഞ്ഞു. കോട്ടുമുക്രി എന്ന് പറഞ്ഞ
ഞാൻ കോട്ടുമുക്കറി പറഞ്ഞു, കോട്ടുമുക്കറി മൂസാസേട്ടു, കോട്ടുമുക്കറി മൂസാസേട്ടു എന്ന് മാറി മാറി പറഞ്ഞോണ്ടിരുന്നു. എന്തായാലും ബൈജുവും മഞ്ജുവും പുലികളാണ്. പുലി കറക്റ്റ് ഉത്തരമാണ്. 20,000 രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്. ഇത്രയും നേരം വളരെ രസകരമായിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. സന്തുഷ്ട ഫാമിലി. താങ്ക് യു. മാത്രമല്ല എല്ലാവരും ആർട്ടിസ്റ്റുകളാണ്. അച്ഛനാണേലും മകളാണേലും മകനാണേലും ഭാര്യയാണേലും. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ. സർവശക്തൻ എല്ലാ നന്മകളും തരട്ടെ. വീണ്ടും നമുക്ക് ഓരോ വിദേശ രാജ്യങ്ങളിലും സ്വദേശ രാജ്യങ്ങളിലും ഒരുപാട് ഒരുമിച്ച് പ്രോഗ്രാം നടത്താനും ദൈവം അനുഗ്രഹം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം നിങ്ങളുടെ എല്ലാം അനുഗ്രഹം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകണം എന്നുള്ള ഒരു അപേക്ഷയോടുകൂടി നിർത്തുന്നു. ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. ആരുടെ ഭംഗിയാണ് ഇഷ്ടം? അയ്യോ, എങ്ങനെ ഇരിക്കുന്നതാണ് ഇഷ്ടം? ഇപ്പൊ കല്യാണം കഴിഞ്ഞു, അത് ഓക്കെ. എന്റെ വയസ്സറിയാം. കുന്നിമണിക്കോല് സണിഞ്ഞ് വയൽ കിളി വരവായി കൊരുന്നില പടർപ്പിനുള്ളിൽ കുളിർമൊഴി ഒഴുകി. ഏത് സിനിമ കാണാൻ പോണേ? 5 വർഷം ഒരു വണ്ടി യൂസ് ചെയ്യുള്ളൂ. 5 വർഷമേ യൂസ് ചെയ്യത്തുള്ളൂ. എന്തായാലും വണ്ടി മാത്രമാണോ?